ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. തക്കാളിയൊക്കെ നമ്മളിതുപോലെ കുറച്ചേറെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കേടായി പോകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി തക്കാളി എപ്പോഴും നല്ല ഫ്രഷായിട്ട് നമുക്ക് കുറേ നാൾ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ തക്കാളിയുടെ ഈ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഞെട്ടിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലേക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. ആ ഭാഗം നമ്മൾ എണ്ണ തേച്ചിട്ടുള്ള ഞെട്ടിൻ്റെ ഭാഗം അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ തക്കാളിയിലും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടുകൂടാതെ നമുക്ക് കുറേ നാൾ ഫ്രഷായിട്ട് തന്നെ നമ്മുടെ തക്കാളി സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ പരിപ്പ്, പയർ, കടല ഒക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ച് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഈച്ച, വണ്ട്, അതുപോലെ ചെള്ളൊക്കെ കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളി. അതിനുശേഷം നമുക്ക് ഈ വെളുത്തുള്ളി നമുക്ക് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പയറായാലും പരിപ്പായാലും കടലയായാലും ഏതായാലും നമുക്ക് ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെള്ളോ വണ്ടോ ഒന്നും കയറാതെ കേടുകൂടാതെ നമുക്ക് കുറേ നാൾ വെച്ച് നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അറിയാൻ പാടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ പഞ്ചസാരയൊക്കെ മിക്കപ്പോഴും ഇതുപോലെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉറുമ്പ് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിതുപോലെ 2-3 ഗ്രാമ്പു പഞ്ചസാരയ്ക്കുള്ളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചസാരയ്ക്കുള്ളിലേക്ക് ഉറുമ്പ് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഉപ്പൊക്കെ വെക്കുന്ന ഇതുപോലുള്ള ഭരണിയിൽ, കുപ്പിയിൽ, ഏത് പാത്രത്തിലായാലും ചിലപ്പോൾ അത് കുറേ ദിവസം വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഈർപ്പമൊക്കെ തട്ടിയിട്ട് ഒരു നനവൊക്കെ വരും. അതുപോലെ തന്നെ ചിലപ്പോൾ കട്ട കുത്തിപ്പോകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. നമ്മളെ കയ്യിൽ ചിരട്ടയുണ്ടല്ലോ, അപ്പം ചിരട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രഷായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ വെള്ളമൊന്നും ആവാതെ കട്ടയൊന്നും കുത്തിപ്പോവാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരല്പം കംഫർട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചെടുത്താൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വെച്ച് നമ്മുടെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ച് വിടുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കിച്ചണിൽ. അതുപോലെ ഈച്ച, ഉറുമ്പോ പാറ്റോ പല്ലിയോ ഒന്നും നമ്മുടെ കിച്ചണിലേക്ക് കൗണ്ടർ ടോപ്പിലൊന്നും വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവും ഇത് വെച്ച് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഡൈനിങ് ടേബിൾ തുടയ്ക്കാം, ഒക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും ആയിരിക്കും, അതുപോലെ നല്ല വൃത്തിയായി കിട്ടും. ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തൂത്തുവിടുകയാണെങ്കിൽ ഈച്ചയോ ഉറുമ്പോ ഒന്നും നമ്മുടെ സ്റ്റൗവിലേക്ക് വരത്തില്ല. അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മുടെ കിച്ചണിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലും ഒക്കെ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടിപ്സുകൾ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്